വെൽക്കം ബാക്ക് ടു edu.com. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ ബയോളജി ഒന്നാമത്തെ ചാപ്റ്റർ ജീവൻ്റെ ജനിതകം മൂന്നാമത്തെ ഭാഗമാണ് നോക്കാൻ പോകുന്നത്. മൂന്നാമത്തെ പാർട്ടാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ കുട്ടികളെല്ലാവരും പോയി കാണുക, കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഇനി ആരെങ്കിലും ക്ലാസ്സുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ക്ലാസ്സിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു പിക്ചർ കാണിക്കുന്നുണ്ടല്ലേ. അപ്പോൾ എന്താണ് സ്വഭാവങ്ങളിലെ സാമ്യ വ്യത്യാസങ്ങൾ എങ്ങനെയൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ വരാൻ സന്തോഷമുണ്ടോ? ചിലർക്ക് വേഗം ഉണരാൻ ഇഷ്ടമായിരിക്കും അല്ലേ? ചിലർക്ക് ഭയങ്കര മടിയായിരിക്കും. അതുപോലെ ചിലർക്ക് നല്ല ഉയരം കാണും, ചിലർക്കോ അത്ര ഉയരം കാണില്ലല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? നമുക്ക് അങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഈ സ്വഭാവ സവിശേഷതകളൊക്കെ എങ്ങനെയാണ് നമ്മളിലോട്ട് എത്തുന്നത് എന്നാണ് അല്ലേ. എന്തുകൊണ്ടാണ് ചിലർക്ക് മാതാപിതാക്കളെ പോലെയും മറ്റു ചിലർക്ക് വ്യത്യസ്തമായൊക്കെ സ്വഭാവങ്ങൾ ഉണ്ടാവുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് സ്വഭാവങ്ങളിലെ സാമ്യ വ്യത്യാസങ്ങൾ. അപ്പോൾ ഇതിൽ ഫസ്റ്റായിട്ട് പറയുന്നത് എങ്ങനെയാണ് പാരമ്പര്യത്തെക്കുറിച്ചും വ്യതിയാനങ്ങളെക്കുറിച്ചുമാണ് കേട്ടോ പറയുന്നത്. പാരമ്പര്യം ഹെറിഡിറ്റി എന്ന് പറയും. പിന്നെ വ്യതിയാനങ്ങൾ എന്ന് പറഞ്ഞാൽ വേരിയേഷൻസ്. അപ്പോൾ എന്താണ് പാരമ്പര്യം, എന്താണ് വ്യതിയാനങ്ങൾ എന്നാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെ സ്വഭാവങ്ങൾ നമ്മളിലും കാണാറുണ്ട് അല്ലേ. ഉദാഹരണത്തിന് ഉയരം കൂടിയ അച്ഛനാണെങ്കിൽ ചിലപ്പോൾ മകനും എന്തായിരിക്കും, ഉയരം ഉണ്ടായിരിക്കും. അമ്മക്ക് നല്ല ചുരുണ്ട മുടിയാണെങ്കിലോ മകൾക്കും എന്തായിരിക്കും, നല്ല ചുരുണ്ട് മുടി കിട്ടാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ മാതാപിതാക്കളിൽ നിന്ന് മക്കളിലോട്ട് സ്വഭാവങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, പാരമ്പര്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വ്യതിയാനങ്ങളാണെങ്കിലോ നേരെ തിരിച്ചായിരിക്കും. ചിലപ്പോൾ അല്ലേ അച്ഛനും അമ്മക്കും നല്ലപോലെ പാടാൻ അറിയുമ്പോൾ മക്കൾക്ക് ചിലപ്പം പാടാനുള്ള കഴിവുണ്ടായിരിക്കില്ല. അപ്പോൾ അത്തരത്തിൽ അച്ഛനും അമ്മയും നല്ല നിറം ഉള്ളവരാണെങ്കിലോ മക്കൾക്ക് ചിലപ്പോൾ നിറം കുറച്ച് കുറഞ്ഞായിരിക്കും. അപ്പോൾ ഇങ്ങനെ മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി മക്കളിൽ കാണുന്ന സ്വഭാവങ്ങളെയാണ് വ്യതിയാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പം പാരമ്പര്യം എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് ഇങ്ങനെ കിട്ടുന്നത് അല്ലേ. വ്യതിയാനങ്ങൾ അതായത് ചെറിയൊരു വേരിയേഷൻ സംഭവിക്കുന്നത്. മക്കൾക്ക് ഇങ്ങനെ മാതാപിതാക്കളുടെ സവിശേഷതകൾ പാരമ്പര്യമായിട്ട് കിട്ടുന്നത് എങ്ങനെയാണ്? ജീനുകൾ വഴിയാണ് അല്ലേ. നമ്മൾ മുന്നേ പഠിച്ച ജീനുകൾ വഴിയാണ്. അപ്പോൾ ജീനുകളുടെ നമ്മുടെ കോശങ്ങളിലൊക്കെ എന്തുണ്ടാവും, ആ ജീനുകളുണ്ടാവും അല്ലേ. ശരീരത്തിലെ ഓരോ കോശത്തിലും എന്തുണ്ട്, ജീനുകളുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്നത്. ഇനി വ്യതിയാനങ്ങളാണെങ്കിലോ അങ്ങനെ ചെറിയ മാറ്റം വരുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഈ ജീനുകളിൽ ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ പലതരത്തിൽ കൂടിച്ചേരുമ്പോഴൊക്കെ എന്തുണ്ടാവും, വ്യത്യാസം വരുന്നുണ്ട് അല്ലേ. വ്യത്യാസങ്ങൾ ഇങ്ങനെ കൂടിച്ചേരലിൻ്റെ ഭാഗമായിട്ട് അതുപോലെ അതിലുള്ള ചെറിയ വേരിയേഷൻ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ചെറിയ മാറ്റമൊക്കെ വരുമ്പോൾ ഇത്തരത്തിലുള്ള വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തമായ സ്വഭാവങ്ങൾ കാണിക്കുകയും ചെയ്യും. ഇതിൽ പറഞ്ഞ എന്താണ്, പാരമ്പര്യം എന്താണെന്ന് പറഞ്ഞു, വ്യതിയാനം എന്താണെന്ന് പറഞ്ഞു അല്ലേ. പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, മാതാപിതാക്കളിൽ നിന്ന് മക്കളിലേക്ക് സ്വഭാവങ്ങൾ എന്ത് ചെയ്യുക, കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. ഈ വ്യതിയാനങ്ങളാണെങ്കിലോ മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മക്കളിൽ കാണുന്ന സ്വഭാവങ്ങളെ നമ്മൾ എന്ത് വിളിക്കും, വ്യതിയാനങ്ങൾ എന്ന് വിളിക്കും. അപ്പോൾ ഇതിനൊക്കെ സഹായിക്കുന്നത് ജീനുകളാണ് അല്ലേ. ഈ സ്വഭാവങ്ങൾ കൈമാറാൻ സഹായിക്കുന്ന കണികകളെ നമ്മൾ എന്ത് വിളിക്കും, ജീനുകൾ എന്ന് വിളിക്കും. അടുത്ത ഭാഗത്ത് നമ്മൾ പറയുന്നത് ഇങ്ങനെയുള്ള ജീനുകളെ കണ്ടെത്തുന്നതിന് ശാസ്ത്രത്തിലെ ചരിത്ര വഴികളുണ്ടാവുമല്ലോ, അതിനെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ പേജ് നമ്പർ 20 പൂന്തോട്ടത്തിലെ ജനിതക ശാസ്ത്രം എന്ന് പറയുന്ന ഏരിയയിലോട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് എന്താണ് ജെനറ്റിക്സ്, എന്താണ് ജനിതക ശാസ്ത്രം എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ജീനുകൾ, പാരമ്പര്യം, വ്യതിയാനം എന്നിവയെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് ജനിതക ശാസ്ത്രം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ശാസ്ത്രശാഖയെ നമ്മൾ എന്ത് വിളിക്കും, ജനിതക ശാസ്ത്രം അല്ലെങ്കിൽ ജെനറ്റിക്സ് എന്ന് വിളിക്കും. ഈ ജനിതക ശാസ്ത്രം ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ പിതാവ് ആരാണെന്ന് അറിയാമോ? അദ്ദേഹത്തിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രിഗർ ജൊഹാൻ മെൻഡൽ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ജനിതക ശാസ്ത്രം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതായത് ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെൻഡലിനെയാണ്. മെൻറ്റലായി എന്നൊക്കെ നാളെ കണക്റ്റ് ഒക്കെ ജനിതക ശാസ്ത്രത്തെക്കുറിച്ചൊക്കെ പഠിച്ചിട്ട് അദ്ദേഹം അത് മെൻറ്റലായി എന്ന് ആലോചിച്ചാൽ നമുക്കത് കിട്ടും, ആരാണ് ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നുള്ളത്. അപ്പോൾ ഈ ഗ്രിഗർ ജൊഹാൻ മെൻഡൽ എന്ന് പറയുന്ന അദ്ദേഹം 1822 മുതൽ 1884 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അദ്ദേഹം തോട്ടപ്പയർ ചെടിയിൽ പിസിയം സറ്റൈവം എന്ന് പറയുന്ന തോട്ടപ്പയർ ചെടിയിൽ നടത്തിയ വർഗസങ്കരണ പരീക്ഷണങ്ങളിലൂടെ എത്തിച്ച നിഗമനങ്ങളാണ് ജനിതക ശാസ്ത്രം എന്ന ശാസ്ത്രശാഖക്ക് അടിത്തറ പാകിയത് എന്നിവിടെ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പരീക്ഷണം നടത്തിയത് എന്തിലാണ്? തോട്ടപ്പയർ ചെടിയിലാണ് കേട്ടോ. തോട്ടപ്പയർ ചെടിയിലാണ് അദ്ദേഹം തൻ്റെ പരീക്ഷണങ്ങൾ നടത്തിയത്. അങ്ങനെ അതിൽ നിന്ന് അദ്ദേഹം എത്തിച്ചേർന്ന നിഗമനത്തിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടിയത്, ജനിതക ശാസ്ത്രം എന്ന ഒരു ശാസ്ത്രശാഖ നമുക്ക് കിട്ടിയത്.
അതായിട്ട് ശാസ്ത്രജ്ഞരെ അറിയാമെന്ന് പറയുന്നൊരു കോളമുണ്ട്. ഗ്രിഗർ ജൊഹാൻ മെൻഡലിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഗ്രിഗർ ജൊഹാൻ മെൻഡൽ 1822 ജൂലൈ 20 ഇപ്പോൾ ചെക്ക് റിപ്പബ്ലിക് എന്നറിയപ്പെടുന്ന വടക്കൻ മൊറാവിയയിലെ ഒരു ചെറിയ ഗ്രാമമായിട്ടുള്ള ഹൈറൻസിലാണ് ജനിച്ചതെന്ന് പറയുന്നുണ്ട്. ബ്രൂണയിലെ അഗസ്റ്റീനിയൻ ആശ്രമത്തിൽ ചേർന്ന ശേഷം അദ്ദേഹം 1847 ഒരു പുരോഹിതനായി. 1851നും 53നും ഇടയിൽ വിയന്ന സർവകലാശാലയിൽ ചേർന്ന ഭൗതികശാസ്ത്രം, ഫിസിക്സ്, അതുപോലെ മാത്സ്, പ്രകൃതിശാസ്ത്രം തുടങ്ങിയവയിൽ പഠനങ്ങൾ നടത്തി. എന്നിട്ടോ ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്യുന്നതിനുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ രീതികൾ മനസ്സിലാക്കുകയും ചെയ്തു എന്നും ഇവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഗ്രിഗർ ജൊഹാൻ മെൻഡലിൻ്റെ ഏകദേശ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങൾ, അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തത്, എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, എന്തൊക്കെയാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടായതെന്ന് ഇവിടെ പറയുന്നുണ്ട്. 1856 മെൻഡൽ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലെ പൂന്തോട്ടത്തിൽ, അതിലുള്ള തോട്ടപ്പയർ ചെടി ഉണ്ടല്ലോ, പിസിയം സറ്റൈവം എന്ന് പറയുന്ന ആ ഒരു പയർ ചെടിയിൽ അദ്ദേഹം എന്ത് ചെയ്തു, പരീക്ഷണങ്ങളൊക്കെ ആരംഭിച്ചു. പിന്നെയോ അങ്ങനെ പൂക്കളുടെ നിറം, അതുപോലെ വിത്തിൻ്റെ ആകൃതി, അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ നോക്കിയിട്ട് പ്രത്യേക സ്വഭാവങ്ങളെ 7ഓളം പ്രത്യേക സ്വഭാവങ്ങളെ അധികരിപ്പിച്ചിട്ട് വർഗ്ഗസങ്കരണ പരീക്ഷണങ്ങൾ അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെയൊക്കെ ഒരു വിശകലനത്തിലൂടെ ഇതിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ഒരു ജോഡി ഘടകങ്ങൾ എവിടെയുണ്ട്, ഇതിൻ്റെ ഉള്ളിലുണ്ട്. അവയെ പ്രതീകങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനെ ജീനുകൾ എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഈ ഘടകങ്ങളെ ജീനുകൾ എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഈ ഗ്രിഗർ മെൻഡലിൻ്റെ നിഗമനങ്ങൾ പാരമ്പര്യ പ്രേക്ഷണ നിയമങ്ങൾ, ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു നിയമം അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കണ്ടെത്തലുകൾ, നിഗമനങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്, പാരമ്പര്യ പ്രേക്ഷണ നിയമങ്ങൾ, ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എന്നാണ് അറിയപ്പെടുന്നത്. പാരമ്പര്യത്തിൻ്റെയും വ്യതിയാനത്തിൻ്റെയും ഒക്കെ വ്യതിയാനത്തെയൊക്കെ മനസ്സിലാക്കുന്നതിനുള്ള പ്രാഥമിക ജനിതക രൂപരേഖയാണ് ഈ നിയമങ്ങൾ നൽകുന്നത്. പിന്നീട് അദ്ദേഹം 1865 അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ പിറ്റത്തെ വർഷവും ഈ സസ്യസങ്കരണത്തെക്കുറിച്ചുള്ള പരീക്ഷണങ്ങൾ എന്ന പേരിൽ ഒരു പ്രബന്ധം അവതരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ കണ്ടെത്തലുകളൊന്നും സമൂഹം അംഗീകരിച്ചില്ല. അദ്ദേഹം വലിയ പ്രതികരണങ്ങളൊന്നും അതിന് കിട്ടിയില്ല എന്ന് വേണം പറയാൻ. പിന്നീട് 1884 ആയപ്പോഴേക്കും ഗ്രിഗർ മെൻഡൽ എന്ത് ചെയ്തിട്ടുണ്ട്, അന്തരിച്ചിട്ട് മരണപ്പെട്ടിട്ടുണ്ട്. പിന്നെ 1900 ആയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മരണത്തിന് 16 വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്തു, സസ്യശാസ്ത്രജ്ഞരായിട്ടുള്ള ഹ്യൂഗോ ഡ്രീവിസ്, കാൾ കോറൻസ്, അതുപോലെ എറിക് വോൺ ഷോമാക്ക് തുടങ്ങിയവരൊക്കെ മെൻഡലിൻ്റെ ഗവേഷണങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയുക, അതായത് അദ്ദേഹം അംഗീകരിക്കപ്പെടുകയാണ് പിന്നീട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അവരുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ഇതോടെയാണ് ജനിതക ശാസ്ത്രം എന്നൊരു ശാസ്ത്രശാഖ, ഒരു പ്രത്യേക ഒരു ശാസ്ത്രശാഖയായിട്ട് വളർന്നു വരുന്നത്. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ പിന്നീട് അംഗീകരിക്കപ്പെട്ടു അല്ലേ. അപ്പോൾ ഈ ഹ്യൂഗോ ഡ്രീവിസിൻ്റെയും കാൾ കോറൻസിൻ്റെയും അതുപോലെ ഷെർമാക്കിൻ്റെയും ഒക്കെ പിക്ചറുകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല അല്ലേ. അപ്പോൾ ഇവരാണ് നമ്മുടെ മെൻഡലിനെ എന്ത് ചെയ്തത്, അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളെ കൂടുതൽ മുന്നണി ധാരയിലോട്ട് ഉയർത്തിയത് നമുക്ക് ചുരുക്കി പറയാൻ പറ്റും. ഇനി പേജ് നമ്പർ 22 ചിത്രീകരണം 1.9 നോക്കിയാൽ ഇവിടെ മെൻഡലിൻ്റെ പരീക്ഷണങ്ങളെക്കുറിച്ചാണ് കേട്ടോ. ഒരു പേജ് ഇവിടെ കാണുന്നുണ്ട്. മെൻഡലിൻ്റെ പരീക്ഷണങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളും ഒരു മോണോ ഹൈബ്രിഡ് ക്രോസ് വിശദീകരിക്കുന്ന ചിത്രവുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്നൊക്കെ നമ്മളിവിടെ പറയാം. അപ്പോൾ മെൻഡലിൻ്റെ പരീക്ഷണങ്ങൾ അല്ലേ, മെൻഡൽസ് എക്സ്പെരിമെൻ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മെൻഡൽ സസ്യങ്ങളിൽ നടത്തിയ പരീക്ഷണങ്ങളെക്കുറിച്ചാണ് ഈ ഭാഗം കേട്ടോ. മെൻഡൽ മാതൃസസ്യങ്ങളിൽ നിരവധി പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ പരീക്ഷണം നടത്തിയിട്ട് അദ്ദേഹം നിഗമനം കണ്ടെത്തിയല്ലോ. നിഗമനത്തിൽ എത്തിച്ചേർന്നത് ഇങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിലൊരു പ്രധാന പരീക്ഷണമാണ് മോണോ ഹൈബ്രിഡ് ക്രോസ് തന്നെ. ഒരു ജോഡി വിപരീത ഗുണങ്ങളെ മാത്രം പരിഗണിച്ച് നടക്കുന്ന ഒരു സങ്കരണമാണിത്. അതായത് ഒരു ജോഡി വിപരീത ഗുണങ്ങളെ മാത്രമാണ് അത് ശരിക്കും അതിൽ പരീക്ഷണം നടത്തുന്നത്. ഈ ഒരു ജോഡി വിപരീത ഗുണങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഉയരം കൂടിയത് അല്ലെങ്കിൽ ടോള്, ഉയരം കുറഞ്ഞത് അല്ലെങ്കിൽ ഡ്വാർഫ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. മോണോ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒറ്റ സ്വഭാവമാണല്ലേ. മോണോ എന്ന് പറഞ്ഞാൽ ഏകം അല്ല. അപ്പോൾ ഉയരം എന്നുള്ള ഒരു സ്വഭാവത്തെ മാത്രമാണ് ഇവിടെ പരീക്ഷണത്തിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ചിത്രത്തിൻ്റെ മുകളിൽ ഇടതുവശത്തായിട്ട് കാണിച്ചിരിക്കുന്ന ഒരു പിക്ചർ, അതാ ഒരു ചെടിയുടെ ചിത്രം, ആ പയർ ചെടി ചിത്രം ഉയരം കൂടിയ ഒരു സസ്യമാണ്. അതായത് മാതൃസസ്യം തന്നെ ഏറ്റവും ശുദ്ധമായിട്ടുള്ള സസ്യം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഉയരം കൂടിയ ഒരു സസ്യം. ഈ ചിത്രത്തിൻ്റെ മുകളിൽ വലതുവശത്ത് കാണിച്ചിരിക്കുന്ന ഉയരം കുറഞ്ഞ സസ്യമാണല്ലേ. ഈ രണ്ട് സസ്യങ്ങളും തമ്മിൽ സങ്കരണം നടത്തുന്നത്, അതിനാണ് എക്സ് എന്നുള്ള ഒരു ചിഹ്നം കൊടുത്തിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ അതിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ രണ്ട് സംക്രമണം നടത്തുമ്പോൾ പുതിയൊരു തലമുറ ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് F1 തലമുറ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? F1 തലമുറ. അതായത് അതിൽ നിന്നൊരു കുഞ്ഞ് ജനിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ P തലമുറ എന്ന് പറഞ്ഞാൽ മാതൃസസ്യം എന്നാണ്. അപ്പോൾ P തലമുറയിലെ സസ്യങ്ങളെ സംക്രമണം ചെയ്തപ്പോൾ എന്താ കിട്ടിയത്? F1 തലമുറ കിട്ടിയില്ലേ, പുതിയൊരു സസ്യം നമുക്ക് കിട്ടി. അപ്പോൾ ഈ സസ്യങ്ങളെല്ലാം എങ്ങനെയായിരിക്കും അതിൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ ഉയരം കൂടിയവയായിരിക്കും. എങ്ങനെയാണ്? ഉയരം കൂടിയവയായിരിക്കും. ചിത്രത്തിൽ ഉയരം കൂടിയ സസ്യം F1 തലമുറയായിട്ട് ഇവിടെ കാണിച്ചിട്ടും ഉണ്ട്. പിന്നീട് F2 തലമുറ കാണിക്കുന്നത് കണ്ടോ, അടുത്ത പിക്ചർ. അപ്പോൾ അതിൽ F1 തലമുറയിലെ സസ്യങ്ങളെ സ്വയം പരാഗണം നടത്തുകയാണ്. അതായത് അത് തമ്മിലൊന്ന് ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയത് എങ്ങനെയായിരിക്കും? F2 തലമുറ. അപ്പോൾ വീണ്ടും പുതിയ സസ്യങ്ങൾ ഉണ്ടാവുകയാണല്ലേ. അപ്പോൾ ഈ F2 തലമുറയിൽ ഉയരം കൂടിയ സസ്യങ്ങളും ഉണ്ടായിരിക്കും, ഉയരം കുറഞ്ഞ സസ്യങ്ങളും ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ F2 തലമുറയായപ്പോൾ എങ്ങനെയാണ് വന്നത്? ഉയരം കൂടിയതും കിട്ടിയിട്ടുണ്ട്, ഉയരം കുറഞ്ഞതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചിത്രത്തിൽ F2 തലമുറയിലെ സസ്യങ്ങളെ കാണിച്ചിരിക്കുന്നത് കണ്ടോ. അപ്പോൾ F2 തലമുറയായപ്പോഴേക്കും 787 സസ്യങ്ങൾ ഉയരം കൂടിയതും കിട്ടിയിട്ടുണ്ട്, 277 സസ്യങ്ങൾ ഉയരം കുറഞ്ഞവയും കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഉയരം കൂടിയതും ഉയരം കുറഞ്ഞവയും എവിടെ എത്തിയിട്ടുണ്ട്? പിന്നെ വീണ്ടും തലമുറ, അതായത് F2 രണ്ടാം തലമുറ ആയപ്പോഴേക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1064 ഉണ്ടാവും അല്ലേ. 1064 സസ്യങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ 787 ഉയരം കൂടിയതും 277 ഉയരം കുറഞ്ഞവയായിരിക്കും. അപ്പോൾ ഇവിടെ അനുപാതം എന്ന് പറയുന്നത് 3:1 ആയിരിക്കും. സിമ്പിളായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ 3:1 എന്ന അനുപാതത്തിലായിരിക്കും അവ ഉണ്ടായിട്ടുണ്ടാവുക. ഇവിടെ അദ്ദേഹം ഈ 787 ഉയരം കൂടിയവ, 277 ഉയരം കുറഞ്ഞവ എന്നുള്ള ആ ഒരു ഇത് പറഞ്ഞത് ഏകദേശം അനുമാനത്തിലൊന്നും അല്ല കേട്ടോ. കൃത്യമായിട്ടുള്ള അദ്ദേഹം വെറുതെ ഊഹിച്ച് പറഞ്ഞതല്ല. കൃത്യമായി ഓരോ ചെടിയും ഉയരം രേഖപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സംഖ്യകളെ ഏറ്റവും ലളിതമായിട്ട് നമ്മൾ അനുപാതത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് ഏകദേശം 3:1 എന്ന് പറയുന്ന ഒരു സംഖ്യ നമുക്ക് കിട്ടുന്നത്. അതായത് F2 തലമുറയിൽ ലഭിച്ച ചെടികളിൽ ഏകദേശം 1/3 ഉയരം കുറഞ്ഞവയും ബാക്കി 2/3 ഭാഗം ഉയരം കൂടിയവയുമായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് P എന്ന് പറയുന്ന ആ തലമുറ പറയുകയാണെങ്കിൽ അച്ഛനമ്മ ചെടികളായിരിക്കും അല്ലേ. അതിൻ്റെ 2 തരം പയർ ചെടികൾ എടുത്തിട്ടുണ്ട്. ഒരു ചെടി എപ്പോഴും ഉയരം കൂടിയ മക്കളെ മാത്രം ഉണ്ടാക്കുന്നതാണ് അല്ലേ, ചിത്രത്തിൽ നമുക്ക് വശത്ത് കാണുന്നത് പോലെ. അപ്പോൾ ഉയരം പിന്നെയോ മറ്റൊരു തരം ചെടി എപ്പോഴും എങ്ങനെയാണ്? ഉയരം കുറഞ്ഞ മക്കളെ ആയിരിക്കും ഉണ്ടാക്കുക. അങ്ങനെ അവരുടെ ആ ഒരു തലമുറ വന്നാൽ F1 തലമുറ അല്ലേ. ആ ഒരു ചെടികൾ തമ്മിൽ നടത്തുമ്പോൾ F1 തലമുറ ഉണ്ടാവും. അപ്പോൾ അവരുടെ മക്കളായിരിക്കും അല്ലേ അതുണ്ടാവുക. അപ്പോൾ ഈ അച്ഛനമ്മ ചെടികളിൽ സങ്കരണം കഴിഞ്ഞിട്ടുണ്ടായി വിത്ത് നട്ട് വളർത്തിയപ്പോൾ ഉണ്ടായ ചെടികളാണ് F1 തലമുറയായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ എങ്ങനെയായിരിക്കും? എല്ലാ ചെടികളും ഉയരം കൂടിയവ അല്ലേ, കൂടിയവയായിരിക്കും. പിന്നെ രണ്ടാമത്തെ F2 തലമുറയിലോട്ട് എത്തിയപ്പോൾ ഇവിടെ പേരക്കുട്ടികൾ, നമ്മൾ പേരക്കുട്ടികൾ എന്നൊക്കെ പറയും, അച്ഛൻ അപ്പോൾ അവരുടെ മക്കൾ പേരക്കുട്ടി, അങ്ങനെ ആ ഒരു 3 സ്റ്റെപ്പ് F2. അപ്പോൾ F2 തലമുറ എന്ന് പറയുന്നത് അല്ലേ. ഈ F1 തലമുറകൾ സ്വയം പരാഗണം നടത്തുമ്പോൾ F2 തലമുറ ഉണ്ടാവും, പേരക്കുട്ടികളുണ്ടാവും. അപ്പോൾ ഈ പേരക്കുട്ടികൾ അല്ലെങ്കിൽ F2 തലമുറയിൽ എങ്ങനെയായിരിക്കും? ഉയരം കൂടിയതും ഉണ്ടായിരിക്കും, ഉയരം കുറഞ്ഞ സസ്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ F2 തലമുറ ആയപ്പോഴേക്കും ഉയരം കൂടിയ ചെടികളും ഉണ്ടായിട്ടുണ്ട്, ഉയരം കുറഞ്ഞ ചെടികളും ഒരുമിച്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ 787 ചെടികൾ ഉയരം കൂടിയവയായിരുന്നു, 277 ചെടികൾ ഉയരം കുറഞ്ഞവയായിരുന്നു. അപ്പോൾ ഈ കണക്കുകളൊരു പ്രത്യേക ബന്ധമുണ്ട് അല്ലേ. ഏകദേശം 3:1 അല്ലെങ്കിൽ 3:1 എന്ന അനുപാതത്തിലാണ് അവ ഉണ്ടായിരുന്നത്. അപ്പോൾ അതായത് ഓരോ 4 ചെടികളിൽ 3 ഉയരം കൂടിയതും 1 എന്തായിരിക്കും? ഉയരം കുറഞ്ഞതും ആയിരിക്കും. അത്രയേ ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഘടകങ്ങളെ ഇങ്ങനെയുള്ള അച്ഛനമ്മമാർ ഇപ്പോൾ നമ്മുടെ ഈ ചെടികളുടെ പറയുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പറയുകയാണെങ്കിലും ജീവികളുടെ പറയുകയാണെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും സ്വഭാവങ്ങൾ മക്കളിലോട്ട് അല്ലെങ്കിൽ തലമുറയിലോട്ട് കൈമാറുന്ന ചില പ്രത്യേക ഘടകങ്ങൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ വിളിക്കുന്ന ജീനുകൾ വഴിയാണ് എന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ. എല്ലാവർക്കും ഈ ഒരു ഭാഗം മനസ്സിലായല്ലോ. മെൻ്റലിൻ്റെ പരീക്ഷണങ്ങൾ എന്താണ് ഈ പിക്ചറിൽ പറയുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി ബാക്കി ഭാഗം നമുക്ക് നോക്കിയാലോ. നമ്മൾ മെൻ്റലിൻ്റെ ഓരോ പരീക്ഷണങ്ങളും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അല്ലേ. അപ്പോൾ ഓരോ തലമുറയിലും എന്തൊക്കെയാണ് പ്രത്യേകതകൾ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? പയർച്ചെടിയിലെ മറ്റ് നമ്മളിപ്പോൾ 8ഓളം പ്രത്യേകതകൾ ഡിസ്കസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയതെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ മറ്റ് 6 വ്യത്യസ്ത സ്വഭാവങ്ങളുടെ വിപരീത ഗുണങ്ങളൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് വർഗ്ഗസങ്കരണം നടത്തി ആ ഒരു പരീക്ഷണം നടത്തിയപ്പോഴും അദ്ദേഹത്തിന് എങ്ങനെയാണ് റിസൾട്ട് കിട്ടിയത്? ഇപ്പോൾ ഫസ്റ്റത്തെ ഈ പരീക്ഷണം എങ്ങനെയാണോ അതനുസരിച്ചാണ് ആദ്യ പരീക്ഷണത്തിന് സമാനമായ ഫലമാണ് ആർക്ക് കിട്ടിയത്? മെൻ്റലിന് ലഭിച്ചിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ?
മാതാപിതാക്കളിൽ നിന്ന് സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങൾക്ക് ലഭിക്കുന്നത് ലിംഗകോശങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ചില ഘടകങ്ങളിലൂടെയാണ് അല്ലേ. അപ്പോൾ ഈ ഘടകങ്ങളെ എന്താണ് നമ്മളിപ്പോൾ എന്താ ആ ഘടകങ്ങളെ മറ്റൊരു പേരിലാണ് പറയപ്പെടുന്നത്. ഏത് പേരിലാണ്? ജീനുകളാണ് അല്ലേ. ഈ ജീനുകൾ എവിടെയാണ്? ക്രോമസോമുകൾക്കുള്ളിലാണെന്നൊക്കെ നമ്മൾ മുന്നേ പഠിച്ചതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഒരു ജീവിയുടെ സ്വഭാവ സവിശേഷതകളെ, അല്ലെങ്കിൽ ഉദാഹരണത്തിന് ചെടിയുടെ ഉയരം, അതുപോലെ പൂവിൻ്റെ നിറം, ഇതൊക്കെ നിർണ്ണയിക്കുന്നത് എന്താണ്? ജീനുകളാണെന്നല്ലേ. ഈ ജീനുകൾ എവിടെയാണെന്ന് പറഞ്ഞു? ക്രോമസോമിലാണ്. അപ്പോൾ ഈ ജീനുകൾ, ഓരോ ജീനിനും എന്തുണ്ട്? വ്യത്യസ്ത രൂപങ്ങൾ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. വ്യത്യസ്ത രൂപങ്ങളായിട്ടാണ് ജീനുകളുള്ളത്. ഈ വ്യത്യസ്ത രൂപങ്ങളെ അദ്ദേഹം പ്രത്യേക ഒരു പേരിൽ വിളിക്കുന്നുണ്ട്, അലീലുകൾ. എന്താ വിളിക്കുക? അലീലുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ജീനുകളുടെ വ്യത്യസ്ത രൂപങ്ങളെ എന്ത് വിളിക്കും? അലീലുകൾ. സാധാരണയായിട്ട് ഒരു ജീനിന് എത്ര അലീലുണ്ടാവും എന്നറിയോ? 2 അലീലുകൾ ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് ചെടിയുടെ ഉയരം എടുക്കുകയാണെങ്കിൽ, ഉയരം എന്നുള്ള സ്വഭാവം എടുക്കുകയാണെങ്കിൽ അതിനെ നിർണ്ണയിക്കുന്ന ജീനിന് 2 അലീലുണ്ട്. അപ്പോൾ ഈ ഉയരം എന്നുള്ള ആ ഒരു സ്വഭാവത്തിന് അതിനെ നിർണ്ണയിക്കുന്ന ആ ഒരു ജീനിന് എത്ര അലീലുകളുണ്ട്? 2 അലീലുകൾ ഉണ്ടായിരിക്കും. ഒന്ന് ക്യാപിറ്റൽ ഉണ്ടായിരിക്കും, ഒന്ന് സ്മോൾ ഉണ്ടായിരിക്കും. എങ്ങനെയാണ് നമ്മളത് സൂചിപ്പിക്കുന്നത്? ഒന്ന് ക്യാപിറ്റൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഉയരം എന്നുള്ളതിന് ടോൾ എന്നല്ലേ നമ്മൾ പറയാം. അപ്പോൾ ടോൾ ടി എന്ന് പറയുന്ന ക്യാപിറ്റൽ ടിയും ഉണ്ടായിരിക്കും, പിന്നെ സ്മോൾ ടിയും ഉണ്ടായിരിക്കും. അങ്ങനെ 2 അലീലുകൾ നമ്മൾ അത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ടി എന്ന അലീലിന് ചെടിക്ക് ഉയരം കൊടുക്കുന്നുണ്ട്. എന്താണ്? ക്യാപിറ്റൽ ടി ചെടിക്ക് ഉയരം നൽകുന്നുണ്ട്. ഇത് പ്രബലമായ അലീലാണ്, അതായത് നമുക്ക് കാണാൻ പറ്റുന്ന അലീലുകളാണ്. അതായത് ശരിക്കും പ്രബലമായ നല്ല സ്ട്രോങ് ആയിട്ടുള്ള അലീലാണ് അത് കേട്ടോ, ക്യാപിറ്റലായിട്ടുള്ള കിടക്കുന്നത്. അപ്പോൾ അതായത് ഇത് മറ്റേ അലീലുണ്ടാവില്ല, 2 അലീലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മറ്റേ അലീലിൻ്റെ സാന്നിധ്യത്തിൽ പോലും അതിൻ്റെ ഈ ഒരു ക്യാപിറ്റലായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അലീലായതുകൊണ്ട് തന്നെ അതിൻ്റെ സ്വഭാവം അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇനി ടി, സ്മോൾ ടി അല്ലെങ്കിൽ ചെറിയ ടി അല്ലേ, ആ ഒരു അലീലാണെങ്കിലോ ചെടിക്ക് കുറഞ്ഞ ഉയരം നൽകുന്ന അലീലുകളാണ് സ്മോൾ ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഗുപ്തമായ ഒരു അലീലാണ്. ഗുപ്തമായെന്ന് പറഞ്ഞാൽ പ്രകടമല്ലാത്തത്, കാണാൻ പറ്റാത്തത്. അതായത് പ്രബലമായ അലീൽ ക്യാപിറ്റൽ ടി ഉള്ളപ്പോൾ സ്മോൾ ടി അല്ലെങ്കിൽ ഗുപ്തഗുണം നൽകുന്ന അല്ലെങ്കിൽ കാണാൻ പറ്റാത്ത ആ അലീൽ അതിൻ്റെ സ്വഭാവം പ്രകടിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ജീനിൻ്റെ ആ ഒരു അലീനെ എന്ത് ചെയ്യില്ല? അതിൻ്റെ സ്വഭാവം പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഉയരക്കുറവ് പ്രകടിപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താ? പ്രബലമായിട്ടുള്ള മറ്റേ അലീൽ ക്യാപിറ്റൽ ടി അവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും എന്തിനാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒന്ന് പ്രകടഗുണം കാണിക്കാനും ഒന്ന് ഗുപ്തഗുണം കാണിക്കാനും ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പ്രകടഗുണം ഗുപ്തഗുണം എന്നൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ട. പ്രകടഗുണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ എടുത്തു കാണിക്കുന്ന ആ ഒരു അലീലുകളെയാണ് ക്യാപിറ്റൽ ടി എന്ന് വിളിക്കുക. അതുപോലെ സ്മോൾ ടി എന്തിനെ സൂചിപ്പിക്കുന്നത്? ഒരു വ്യക്തിയുടെ സ്വഭാവം എടുത്ത് കാണിക്കാത്ത അലീലുകളെ നമ്മൾ എന്ത് വിളിക്കും? സ്മോൾ ടി എന്നും വിളിക്കും. അപ്പോൾ ഒരു ജീവിയുടെ പ്രകടമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെ, അതായത് പുറമേ കാണിക്കാൻ കഴിയുന്ന സ്വഭാവങ്ങളെ നമ്മളൊരു പേരിട്ട് വിളിക്കും, ഫീനോ ടൈപ്പ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ഫീനോ ടൈപ്പ്. എന്താണ്? പുറമേ കാണിക്കാൻ കഴിയുന്ന സ്വഭാവങ്ങളെ എന്ത് വിളിക്കും? ഫീനോ ടൈപ്പ് എന്ന് വിളിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ചെടി ഉയരമുള്ളതാണോ അല്ലെങ്കിൽ ഉയരം കുറഞ്ഞതാണോ എന്ന് കാണാൻ കഴിയുന്ന അതിൻ്റെ ഫീനോ ടൈപ്പാണ്. അപ്പോൾ ഒരു ചെടി ഉയരം കൂടുതലാണോ കുറവാണോ എന്ന് കാണിക്കുന്നത് എന്താണ്? അതിൻ്റെ ഫീനോ ടൈപ്പാണ്. ഈ ഫീനോടൈപ്പിന് കാരണമായിട്ടുള്ള ജീനുകളുടെ ഘടനയെ മറ്റൊരു പേര് വിളിക്കുന്നുണ്ട്, ജീനോ ടൈപ്പ് എന്ന് വിളിക്കുന്നുണ്ട്. അതായത് ഒരു ജീവിയുടെ ജീനുകളിൽ, അതായത് അലീലുകളിൽ എന്തൊക്കെയാണോ ഉള്ളത് അതാണ് അതിൻ്റെ ജീനോ ടൈപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഓരോ ജീവിയുടെയും ജീനുകളിൽ എന്തുണ്ടായിരിക്കും? ടി അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി ഉണ്ടായിരിക്കും. പിന്നെയോ സ്മോൾ ടി അല്ലെ, ക്യാപിറ്റൽ ടി ഉണ്ടായിരിക്കും, സ്മോൾ ടി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്മോൾ ടീകൾ മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഇതിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്? ജീനോ ടൈപ്പ് എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിൻ്റെ വ്യത്യസ്ത തരങ്ങളെ നമ്മളെന്ത് വിളിക്കും? അലീലുകൾ എന്ന് വിളിക്കും. ഒരു ജീവിയിലെ സ്വഭാവത്തിൻ്റെ പ്രകടരൂപത്തെ ഫിനോടൈപ്പ് എന്ന് വിളിക്കും. പിന്നെയോ ഇതിന് കാരണമായിട്ടുള്ള ജനിതക ഘടനയെ എന്ത് വിളിക്കും? ജീനോ ടൈപ്പ് എന്നും വിളിക്കും. ഇനി ഇവിടെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, എല്ലായ്പ്പോഴും ഫിനോടൈപ്പ് പ്രകടഗുണം മാത്രമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഫിനോടൈപ്പ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിൽ ഫിനോടൈപ്പിൽ ശരീരഘടന, അതുപോലെ ശരീരശാസ്ത്രപരമായ പ്രവർത്തനങ്ങൾ, പെരുമാറ്റം എന്നിവയെല്ലാം ഉൾപ്പെടുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിനോടൈപ്പ് എന്ന് പ്രധാനമായിട്ടും എന്താണ്? പ്രകടമായ ഗുണങ്ങളാണ്. ഒരു ജീവിയുടെ ജനിതക ഘടന അതിൻ്റെ ഫിനോടൈപ്പിനെ സ്വാധീനിക്കുന്നുണ്ടെങ്കിലും ഫിനോടൈപ്പ് എന്നത് പുറത്തേക്ക് കാണുന്നതോ അല്ലെങ്കിൽ അളക്കാൻ കഴിയുന്നതോ ആയ കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ചെടിയുടെ ഉയരം, അതുപോലെ പൂക്കളുടെ നിറം, ഒരു മൃഗത്തിൻ്റെ രോമത്തിൻ്റെ നിറം എന്നിവയെല്ലാം ഫിനോടൈപ്പിൽ ഉൾപ്പെടുന്നതാണ്. ഇവയെല്ലാം പ്രകടമായ ഗുണങ്ങളാണ് അല്ലേ. ചുരുക്കത്തിൽ ഫിനോടൈപ്പ് പ്രധാനമായിട്ടും പ്രകടമായ ഗുണങ്ങളാണ്. ജനിതകപരമായിട്ടുള്ള കാര്യങ്ങൾ ഫിനോടൈപ്പിനെ സ്വാധീനിക്കുന്നുണ്ട് അല്ലേ.
അപ്പോൾ ഫിനോടൈപ്പ് നാം കാണുന്നതും അളക്കുന്നതുമായിട്ടുള്ള സ്വഭാവമാണ്. അങ്ങനെ സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്ന ഈ ഘടകങ്ങളെ അല്ലെങ്കിൽ ഈ ഒരു ജീനുകളെ പ്രതീകങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ അക്ഷരമാല ആൽഫബറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വർഗ്ഗസങ്കരണ പരീക്ഷണം ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻ്റ് എങ്ങനെയാണ് പിക്ചറൈസ് ചെയ്യുന്നത് നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ ചിത്രീകരണം 1.10 നോക്കാം. നിങ്ങൾക്ക് പിക്ചർ കണ്ടാൽ മനസ്സിലാവും ഇവിടെ ഉയരം എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്വഭാവത്തെ മാത്രം പരിഗണിച്ചുകൊണ്ടുള്ളതായതുകൊണ്ട് തന്നെ ടി എന്ന് പറയുന്ന ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ആണ് നമുക്ക് അവിടെ കാണാൻ കഴിയുക. ആ ഒരു ലെറ്റേഴ്സ് മാത്രമേ നമുക്ക് ഈ ക്രോസിൽ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ ആദ്യത്തെ തലമുറ F1 എന്ന് കൊടുത്തിട്ടില്ലേ, ആദ്യത്തെ തലമുറ ഉണ്ടാവുന്നത് മാതൃസസ്യങ്ങൾ ഇത് ക്രോസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്നത് ഉയരം കൂടിയ ഒരു ചെടി നമുക്ക് കാണാൻ കഴിയും അല്ലേ. ഇതിൻ്റെ ജീനുകളെ നമ്മൾ ടി ക്യാപിറ്റൽ ടി എന്നാണ് അവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്, കണ്ടില്ലേ. ഇതിനർത്ഥം ഉയരത്തിന് കാരണമാകുന്ന 2 ടി അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി ജീനുകൾ എവിടെയുണ്ട്, ഈ ഒരു ചെടിയിലുണ്ട്. ഇനി രണ്ടാമത്തെ ആണെങ്കിലോ, രണ്ടാമത്തെ ഉയരം കുറഞ്ഞതാണ് അല്ലേ, ഉയരം കുറഞ്ഞ ചെടിയാണ്. അപ്പോൾ അതിൻ്റെ ജീനുകളെ സ്മോൾ ടി എന്ന് പറയുന്ന അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനർത്ഥം എന്താ, ഉയരം കുറയാൻ കാരണമാകുന്ന 2 സ്മോൾ ടി ജീനുകൾ എവിടെയുണ്ട്, ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഈ 2 ചെടികളും ബീജകോശങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കേട്ടോ, കണ്ടോ, താഴോട്ട് വന്നിട്ട് അങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് കണ്ടോ, ബീജകോശങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ, ഇവ രണ്ടും കൂടി ചേർന്നിട്ട്. അപ്പോൾ ഉയരം കൂടിയ ചെടിയിൽ നിന്ന് ക്യാപിറ്റൽ ടി വരും, ഉയരം കുറഞ്ഞതിൽ നിന്നാണെങ്കിലോ സ്മോൾ ടിയും ജീൻ മാത്രമുള്ള ബീജകോശങ്ങൾ വരും അല്ലേ. അങ്ങനെ മാത്രം ഉണ്ടാകുന്നു. അപ്പോൾ ഒന്നാം തലമുറ ഇവിടെ ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതുമായിട്ടുള്ള രണ്ടും കൂടി വന്നിട്ട് അതിൻ്റെ പ്രകടഗുണം കാണിക്കുന്ന ക്യാപിറ്റൽ ടി ഉയരം കൂടിയ ഒരു തലമുറയാണ് അവിടെ ഉണ്ടാവുന്നത്. ഒന്നുകൂടെ പറയാം, ഉയരം കൂടിയ ചെടിയും ഉയരം കുറഞ്ഞ ചെടിയും കൂടി തമ്മിൽ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ആ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഉയരം കൂടിയത് തന്നെ ആയിരിക്കും, ക്യാപിറ്റൽ ടി തന്നെ ആയിരിക്കും അവിടെ പ്രബലമായിട്ടുണ്ടാവുക. അപ്പോൾ അതിന് ആ ഒരു ഒന്നാം തലമുറ എന്ന് പറയുന്നത് 2ത്തെ ജീൻ അല്ലേ, അതായത് ഒരു ക്യാപിറ്റൽ ജീനും ഒരു സ്മോൾ ജീനും കൂടി ഉണ്ടാവും, എന്നിട്ട് കൂടിയ ഒരു തൈച്ചെടി ഉണ്ടാവും. ഇത് പ്രബലതാ നിയമം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ലോ ഓഫ് ഡൊമിനൻസ് എന്താ പറയുക, ലോ ഓഫ് ഡൊമിനൻസ്, പ്രബലതാ നിയമം. അപ്പോൾ പ്രബലമായിട്ടുള്ള ഒരു സ്വഭാവമായിരിക്കും അവിടെ കാണിക്കുന്നത്. ഉയരം കൂടിയതല്ലേ വന്നിട്ടുള്ളത്, അപ്പോൾ ഉയരം കൂടിയത് ഏറ്റവും സ്ട്രോങ് ആണെന്ന് ആലോചിച്ചാൽ മതി. ടി ക്യാപിറ്റലിനാണ് പവർ എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഉയരം കൂടിയതായിരിക്കും ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത്, ഇതിൻ്റെ പ്രബലതാ നിയമം എന്ന് പറയും. ഇനി ഒന്നാം തലമുറയിലെ അതായത് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ഈ 2 ചെടികൾ തമ്മിൽ ഇങ്ങനെയുള്ള 2 ചെടികൾ തമ്മിൽ സ്വയം പരാഗണം നടത്തിയാൽ അപ്പോൾ ഈ ടി ജീനുകളുള്ള ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ജീനുകളുള്ള ചെടികളിൽ നിന്ന് 2 തരത്തിലുള്ള ബീജകോശങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ക്യാപിറ്റൽ ടി ജീനുള്ള ബീജകോശങ്ങളും സ്മോൾ ടി ജീനുള്ള ബീജകോശങ്ങളും ഉണ്ടാവാം. എങ്ങനെയാണ് ആ ജീനുകൾ വരുന്നത്, ഒന്നാമത്തെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ചെടിയിലെ ക്യാപിറ്റൽ ടി ബീജകോശം രണ്ടാമത്തെ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ചെടിയിലെ ക്യാപിറ്റൽ ടി ബീജകോശവുമായി ചേർന്നിട്ടുണ്ടെങ്കിൽ എന്തായി മാറും, ക്യാപിറ്റൽ ടി അല്ലെങ്കിൽ ഉയരം കൂടിയത് എന്നുള്ള ഒരു ചെടികൾ ഉണ്ടാവാം. ഇനി ഒന്നാമത്തെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ചെടിയിലെ ക്യാപിറ്റൽ ടിയും അതുപോലെ ബീജകോശം രണ്ടാമത്തെ ക്യാപിറ്റൽ ടിയിലെ സ്മോൾ ടി ചെടിയിലെ സ്മോൾ ടി ബീജകോശവുമായി ചേർന്നാൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി അങ്ങനെ ഉയരം കൂടിയത് തന്നെ ഉണ്ടാവും. ഉയരം കൂടിയെന്ന് പറഞ്ഞാൽ പ്രബല സ്വഭാവം ക്യാപിറ്റൽ ടി ഉള്ളതുകൊണ്ട് പ്രബല സ്വഭാവം അവിടെ ഉണ്ടാവും. പിന്നെ മൂന്നാമതായിട്ട് പിന്നെ എങ്ങനെ കാണിക്കുക, ഒന്നാമത്തെ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ചെടിയിലെ ടി കോശം ബീജകോശം രണ്ടാമത്തെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ചെടിയിലെ ക്യാപിറ്റൽ ടി ബീജകോശവുമായി ചേർന്നിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി വീണ്ടും ഉയരം കൂടിയത് തന്നെ ഉണ്ടാവും. പക്ഷേ നാലാമത്തെ വരുമ്പോൾ ഒന്നാമത്തെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ചെടിയിലെ സ്മോൾ ടി ബീജകോശവും രണ്ടാമത്തെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ചെടിയിലെ സ്മോൾ ടി ബീജകോശവുമായി ചേർന്നിട്ടുണ്ടെങ്കിൽ സ്മോൾ ടി 2 സ്മോൾ ടി ഉയരം കുറഞ്ഞതായിരിക്കും അവിടെ ഉണ്ടാവുക. കാര്യം എന്താണ്, അവിടെ രണ്ടും ഉയരം കുറവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ സിമ്പിളായിട്ട് ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. 2 സസ്യങ്ങൾ എടുക്കുക, 2 സസ്യങ്ങളിൽ ഒന്ന് ഉയരം കൂടുതൽ ഒന്ന് ഉയരം കുറവ്. ഈ 2 സസ്യങ്ങളും തമ്മിൽ വർഗ്ഗസങ്കരണം നടത്തിയാൽ, അതായത് പുതിയൊരു സസ്യം നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഉയരം കൂടിയത് എന്നുള്ളത് നമ്മൾ പ്രതീകമായിട്ട് ക്യാപിറ്റൽ ടി എന്നുള്ള 2 അലീലുകൾ ഉണ്ടായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞാണല്ലോ. ഈ അലീലുകൾ അല്ലെങ്കിൽ ജീനുകൾ എങ്ങനെയായിരിക്കും, വിപരീത ജോഡികളായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഉയരം കൂടുതലും ഉയരം കുറവും എന്ന് നമ്മൾ അതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിപരീത ജോഡികളെ തമ്മിൽ വർഗ്ഗസങ്കരണം നടത്തുമ്പോൾ പുതിയൊരു സസ്യം ഉണ്ടാവും അല്ലേ, പുതിയൊരു തലമുറ സസ്യം ഉണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ ടി അതായത് ഉയരം കൂടിയതിനെ ടി ആയിരിക്കും, ഉയരം കുറവ്
സ്മോൾ ടി അല്ലേ, ടി ആയിരിക്കും. വർഗ്ഗസങ്കരണം നടത്തുമ്പോൾ കിട്ടുന്ന ആ ഒരു പുതിയ സസ്യം അല്ലെങ്കിൽ ഒന്നാമത്തെ തലമുറ സസ്യം എന്ന് പറയുന്നത് എപ്പോഴും ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ആയിരിക്കും. അതിൻ്റെ പ്രതീകം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി സ്മോൾ ടി. അതിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ ഉയരം കൂടിയ സസ്യങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെ വർഗ്ഗസങ്കരണം നടത്തുമ്പോൾ ഉയരം കൂടിയ സസ്യങ്ങളെ അവിടെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഈ ഒന്നാമത്തെ തലമുറ സസ്യങ്ങളെ സ്വയം പരാഗണം നടത്തുമ്പോൾ രണ്ടാമത്തെ ഒരു തലമുറ ഉണ്ടാവും. അങ്ങനെ ഈ സ്വയം പരാഗണമാണ് ഇവിടെ നടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും, അപ്പുറത്ത് വേറെ ക്യാപിറ്റൽ ടി, അങ്ങനെ സ്വയം പരാഗണം നടത്തണം. വേറെയും ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും തമ്മിൽ സ്വപരാഗണം നടത്തുമ്പോൾ ഒരു പുതിയൊരു ജനറേഷൻ ഉണ്ടാവുകയാണ്. അതായത് പുതിയ തൈച്ചെടികൾ, സസ്യങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ F2 തലമുറ, അതായത് രണ്ടാം തലമുറ ഉണ്ടാവുന്നത് എങ്ങനെയായിരിക്കും? അതാണ് താഴെയുള്ള ബീജകോശങ്ങൾ എന്ന് പറയുന്ന ആ ഒരു പിക്ചറിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ടിയും അപ്പുറത്ത് ഉള്ള ക്യാപിറ്റൽ ടിയും കൂടി എടുത്താൽ ക്യാപിറ്റൽ ടി എന്ന് പറയും. അപ്പോൾ ഈ സസ്യങ്ങളുടെ സവിശേഷത എപ്പോഴും എന്തായിരിക്കും? ഉയരം കൂടിയത് തന്നെയായിരിക്കും. പിന്നീട് ഒന്നാമത്തെ ക്യാപിറ്റൽ ടിയും രണ്ടാമത്തേതിലെ സ്മോൾ ടിയും കൂടി വർഗ്ഗസങ്കരണം നടത്തുമ്പോഴും എന്താ കിട്ടൽ? ഉയരം കൂടിയ ഒരു തലമുറ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. മൂന്നാമത്തതിൽ എങ്ങനെയാണ്? സ്മോൾ ടിയും ഇവിടെ ഉള്ള ഒന്നാമത്തെ ക്യാപിറ്റൽ ടിയും കൂടി എടുത്താലും എന്താ കിട്ടുന്നത്? ഇവിടെ ക്യാപിറ്റൽ ഉള്ളത് കൊണ്ട് തന്നെ ഉയരം കൂടിയത് വീണ്ടും ലഭിക്കുന്നു. നാലാമത്തെ അലിയിലായിട്ടുള്ള ചെറിയ രണ്ട് സ്മോൾ ടീകൾ തമ്മിൽ വർഗ്ഗസങ്കരണം നടത്തുമ്പോൾ എപ്പോഴും ചെറിയ സസ്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മോണോ ഹൈബ്രിഡൈസേഷനിൽ ഡിസ്കസ് ചെയ്തത്. ഗ്രന്ഥത്തിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്. മോണോ ഹൈബ്രിഡ് ക്രോസ് ഇങ്ങനെയാണെന്ന് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ബേക്കടിച്ച് പോയിട്ട് കാണുക, കൃത്യമായിട്ട് ഏതൊക്കെയാണ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തോടെ ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, സീ യു അഗെയിൻ.